ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ എ ലവ് ജേർണൽ എന്ന ഒരു രസകരമായ ചൈനീസ് കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂയിയെ കാണിച്ചുകൊണ്ടാണ്. സൂയി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായി പോകുന്ന സമയത്താണ് അവിടെ അവൾ ഒരു കാഴ്ച കാണുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ അവിടെ സമയം ചെലവഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവൾക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. അവൾ ഫുഡ് കഴിക്കാനായി വിളിച്ചപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് പല തിരക്കുകളും പറഞ്ഞു ഒഴിഞ്ഞു മാറിയപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ മറ്റൊരാളുടെ കൂടെ ഫുഡ് കഴിച്ച് സംസാരിച്ചിരിക്കാനായിരിക്കും. അതും ചുമ്മാ ഉള്ളൊരു ടോക്കല്ല, കറക്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ ഭയങ്കരമായി അവർ അടുത്തിടപെട്ട് സംസാരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുമ്പോൾ അവൻ തന്നെ പറ്റിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ തന്നെ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്ന കണക്കൊക്കെ അവളുടെ മനസ്സിൽ ആഗ്രഹം വരുന്നുണ്ടെങ്കിലും അതപ്പോ ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ അടക്കി പിടിച്ച് അവിടെ അടങ്ങിയിരിക്കുന്നു. അവൾ ആകെ പ്രശ്നത്തിലാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, കല്യാണം കഴിക്കണം എന്ന കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് ഇവനെ പരിചയപ്പെടുത്താനായി ഇരിക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ വീട്ടുകാരോട് എന്ത് പറയും? പെട്ടെന്ന് കല്യാണം കഴിക്കാനായി വീട്ടിലും നിർബന്ധിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അവളാകെ ടെൻഷനായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആകെ ഞെട്ടി ഗൂഷൻ എന്ന് മുന്നിൽ നിൽക്കുന്ന പയ്യനെ സംബോധന ചെയ്യുന്നു. ഗൂഷനും സൂയും കുട്ടിക്കാലം മുതൽ അറിയാവുന്നവരാണ്, അവരുടെ ഫാമിലിയും ഒക്കെ അറിയാവുന്നതാണ്. സൂയുടെ ഇരിപ്പ് കാണുമ്പോൾ അവളുടെ കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ നിന്നെ വിവാഹം ചെയ്യട്ടെ എന്ന് ഗൂഷൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ബോയ് ഫ്രണ്ടിനോട് പ്രതികാരം വീട്ടണം. അവൻ തന്നെ മറന്ന് താനുമായി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പറ്റിച്ച് മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പ് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്കതിന് സാധിക്കില്ല? താൻ അവനേക്കാളും മിടുക്കനായ ഒരാളെ കല്യാണം കഴിച്ച് കാണിക്കണം എന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നി അവൾ ആ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ കോൺട്രാക്ട് മാരേജ് ചെയ്യുകയാണ് അവൾ ഗൂഷനെ. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് അവള് എടുത്തു ചാടി ഇങ്ങനെ ഒരു കല്യാണം വേണ്ടായിരുന്നു. ആ ഒരു മൊമെന്റിൽ അവൻ വന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചെയ്തു പോയത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലാവുന്നത്. കുട്ടിക്കാലം മുതൽ അവൾക്ക് ഗൂഷനെ അറിയാമെങ്കിലും അവൻ ഒരിക്കലും കല്യാണം കഴിക്കണം എന്ന രീതിയിൽ അവൾ ചിന്തിച്ചിട്ടില്ല. അവൻ ഭയങ്കര ഒരു കാശുകാരനാണ്, വലിയൊരു കമ്പനി സ്വന്തമായിട്ടുണ്ട്, നിറയെ കാശും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവൾക്ക് ഇപ്പോ ഈ എടുത്തു ചാടി തീരുമാനം എടുത്തല്ലോ എന്ന കാര്യം ഓർത്തൊരു സംതൃപ്തി കൊടുക്കുന്നില്ല. കാരണം അവൾക്ക് വിവാഹത്തെ പറ്റി കുറച്ച് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നിങ്ങനെ ചില കാര്യങ്ങൾ. പെട്ടെന്ന് എടുത്തു ചാടി ഈ ഒരു കല്യാണം അത് വലിയ അബദ്ധമായി അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് അവന്റെ കോൺട്രാക്ട് വൈഫായി അവൾ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവനും ഇപ്പൊ കല്യാണം കഴിക്കുക എന്നത് അവന്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രഷർ കാരണം കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ആരെ കല്യാണം കഴിക്കുമെന്ന കാരണം കൊണ്ടാണ് അവന് അറിയാവുന്ന സൂയി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കറക്റ്റ് അവന്റെ മുന്നിൽ തേടിയ വള്ളി കാലി ചുറ്റിയെന്ന പരുവത്തിൽ വന്ന് പെട്ടപ്പോ രണ്ടുപേർക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന രീതിയിൽ ഒരു കല്യാണത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇവരുടെ വിവാഹശേഷം രാത്രി ഉറങ്ങാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നീ ഞാനും ഒരു റൂമിൽ തന്നെ കിടക്കണമെന്ന് സൂയി ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ല, എന്റെ പേരൻസ് എന്നെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കല്യാണം നീയുമായി കഴിഞ്ഞ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. അവരെപ്പോ വേണമെങ്കിലും വരും. ആ സമയത്ത് ഞാനും നീയും രണ്ട് റൂമുകളിലായാൽ അവർക്ക് ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ഈസിയായി മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് അവൻ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാനായി സമ്മതിക്കുന്ന അവൾ പക്ഷേ തന്റെ സേഫ്റ്റിക്ക് വേണ്ടി അവനെങ്ങാണം കല്യാണം കഴിച്ചു എന്നൊരു കാര്യം മുതലെടുത്ത് തന്റെ അടുത്തേക്ക് വന്നാൽ അപ്പോ കുത്തു കൊടുക്കണമെന്ന് കരുതി ഒരു കത്തിയൊക്കെ കയ്യിൽ പിടിച്ചാണ് കിടക്കുന്നത്. എന്തായാലും അന്ന് നല്ല ധൈര്യത്തിൽ അവൾ ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റ ഉടനെ തന്നെ എല്ലാം ഓക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇന്നലെ പേടിച്ച കണക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഓക്കെ ആയിട്ടുണ്ട് എന്നും മനസ്സിലാവുമ്പോഴാണ് സമാധാനമാകുന്നത്. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുമ്പോൾ ഗൂഷൻ ഭയങ്കരമായി വായിക്കോട്ട് വിടുന്നത് കണ്ട് നിങ്ങൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലേന്ന് സൂയി കുശലം ചോദിക്കുമ്പോഴാണ് നീ കാരണം എനിക്ക് ഒരിറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് അവൻ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. മര്യാദയ്ക്ക് ഉറങ്ങിക്കിടന്ന ഗൂഷന്റെ ദേഹത്തേക്ക് കൈയും കാലും ഒക്കെ എടുത്തിട്ട് അവനെ ഭയങ്കരമായി ഡിസ്റ്റർബ് ചെയ്ത് ഒട്ടും തന്നെ ഉറങ്ങാനായി അവൾ സമ്മതിച്ചിരുന്നില്ല. സൂയി ആകട്ടെ ഗൂഷന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആക്ച്വലി അവൾക്ക് ഓഫീസിൽ ഗൂഷൻ അവളുടെ സിഇഒ ആണെന്ന കാര്യം ആദ്യം അറിയില്ലായിരുന്നു. പിന്നീട് ഇത്രയും നാളില്ലാത്ത പോലെ ഇത്തവണ ലിഫ്റ്റിൽ അവൾ പോകുന്ന ടീം ഗൂഷനെ കാണുകയും അപ്പോഴാണ് അവൻ ഇവിടുത്തെ സിഇഒ ആണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. അവൾക്കത് ഭയങ്കര ഒരു ചമ്മലുണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം ഇങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് ചെയ്യുന്നതിന് പകരമായി നിറയെ കാശ് ഗൂഷൻ സൂയിക്ക് ഓഫർ ചെയ്തെങ്കിലും അവൾ അതൊന്നും വാങ്ങാൻ തയ്യാറായില്ല. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഗൂഷന്റെ സെക്രട്ടറിക്ക് ഒരു ഡൗട്ട്, ഈ പെണ്ണെന്തിനായിരിക്കും ഇങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജിന് കാശൊന്നും വാങ്ങാതെ സമ്മതിച്ചത്? പൊതുവെ കാശ് വാങ്ങിയ ആളുകൾ ഇങ്ങനെ കോൺട്രാക്ട് മാരേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിന് മറ്റു വല്ല ദുരുദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സെക്രട്ടറി ഗൂഷൻ ഉപദേശിക്കുന്നതെങ്കിലും അവളെ എനിക്ക് പണ്ട് തൊട്ട് അറിയാവുന്ന, അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന് ഗൂഷൻ നല്ല കോൺഫിഡന്റ് ആയി പറയുന്നു. എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം വീട്ടിലുള്ള ടീം ഗൂഷൻ ഭയങ്കര വെപ്രാളത്തില് സൂയുടെ അടുത്തേക്ക് ഓടിയെത്തി അയ്യോ എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ അമ്മ വന്നോ, അതിനിപ്പോ എന്തായെന്ന് മറ്റുള്ള ഒരു നിൽപ്പായിരുന്നെങ്കിലും ഇവരുടെ മാരേജ് കഴിഞ്ഞെന്നാണല്ലോ അമ്മയ്ക്ക് അറിയാവുന്നത്. അതൊരു കോൺട്രാക്ട് മാരേജ് ആണെന്ന് അറിയുകയുമില്ല. അപ്പൊ അതിന്റെ ടെൻഷൻ ആണെന്ന് മനസ്സിലാക്കി അവളും അവൻ ആവശ്യപ്പെടുന്നത് കണക്ക് തന്നെ അവന്റെ ഒരു നല്ല ഭാര്യയായി അമ്മ
അമ്മയുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ രണ്ടുപേരും അങ്ങനെ കാര്യങ്ങൾ നന്നായി തന്നെ ഡീൽ ചെയ്യുന്നു. പറഞ്ഞു ഒടുക്കും അവനൊരു കല്യാണം കഴിച്ചു. ഇനി എത്രയും പെട്ടെന്ന് പേരക്കുട്ടിയും കൂടി കിട്ടിയ തൃപ്തിയായെന്നുള്ള മട്ടിലായിരുന്നു അമ്മയുടെ ഇരിപ്പ്. എന്തേലും അങ്ങനെ അമ്മ ഹാപ്പിയായി തിരിച്ചു പോയ ശേഷം അന്ന് ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് തന്റെ സെക്രട്ടറിയുടെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാനായി പോയിരിക്കുകയായിരുന്നു ഗൂഷൻ. ആള് കുറച്ച് ഓവറായി തന്നെ കുടിക്കുന്നുണ്ട്. സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ. ഉടനെ തന്നെ സൂയിയെ കാര്യം അറിയിക്കുന്നു. സൂയി അങ്ങോട്ടേക്ക് ഗൂഷനെ പിക്ക് ചെയ്യാനായി പോകുന്നു. അങ്ങനെ അവനുമായി തിരിച്ചെത്തുന്ന അവളെ നമുക്ക് കാണാം. പക്ഷെ അല്പം കഴിഞ്ഞ് ആകെപ്പാടെ സങ്കടത്തില് ഭയങ്കര നൈരാശ്യത്തില് സൂയി ഇരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാല് മുന്നേ അവനെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്ന അവളെ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ ഒരു ലഹരിയിൽ അവൻ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്. അവനെ താൻ പ്രണയിച്ച് വിവാഹം കഴിച്ചൊന്നുമല്ല. ഒരിക്കലും അവനുമായി അടുക്കരുത് എന്ന് ഒരുപാട് ശ്രദ്ധിച്ചിട്ടും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന നിരാശയിലായിരുന്നു അവൾ ഇരുന്നത്. പക്ഷെ ഈ നടന്ന കാര്യമൊന്നും തന്നെ അടുത്ത ദിവസം ഉറക്കമുണരുന്ന ഗൂഷൻ ഓർമ്മയില്ല. അവൻ രാവിലെ എണ്ണിക്കുമ്പോ ഞാനെന്ത് ഇങ്ങനെയാണോ കിടന്നുറങ്ങിയ, ഷൂസും ഡ്രസ്സും ഒക്കെ അതേപടി ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു പോക്ക് പോയി കാണുമെന്ന് വിചാരിച്ചവൻ പതിയെ എഴുന്നേറ്റ് വരുമ്പോ അവിടെ എങ്ങും തന്നെ സൂയിയെ കാണുന്നില്ല. ഇവള് നേരത്തെ ഓഫീസിൽ പോയെന്ന് ചിന്തിച്ച് അവനും ഓഫീസിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ സെക്രട്ടറിയെ കാണുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി അല്ല ഗൂഷനെ ഡ്രോപ്പ് ചെയ്തത്, അത് സൂയി ആണെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. താൻ അബദ്ധത്തിൽ എന്തെങ്കിലും പെരുമാറി കാണും, അതായിരിക്കാം അവളിപ്പോ തന്റെ മുന്നിൽ വരാതെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നതെന്ന് അവൻ ചിന്തിക്കുമ്പോഴേക്കും അവളുടെ ഫോൺ കോൾ വരുന്നു. അങ്ങനെ അവൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു സ്ഥലത്തേക്ക് ഗൂഷൻ ചെല്ലുമ്പോൾ ഈ സ്ഥലം ഓർമ്മയുണ്ടോന്നായിരുന്നു അവിടെ അവനെ കാത്തു നിന്നിരുന്ന സൂയിയുടെ ചോദ്യം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നല്ലോ എന്ന് പണ്ട് ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ഇവർ പരസ്പരം സംസാരിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് വിദേശത്തേക്ക് പോയി അങ്ങനെ ഇവർക്കിടയിൽ കോണ്ടാക്ട് ഇല്ലാണ്ടായതാണ്. എന്തായാലും ഇപ്പൊ തന്നെ കിസ് ചെയ്ത കാര്യം അവൻ ഓർമ്മ കാണുമെന്ന് കരുതി അതിനെപ്പറ്റി അവൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അവൻ ഓർമ്മയില്ല എന്ന് മനസ്സിലാവുമ്പോ അയ്യോ ഇവൻ ഓർമ്മ കാണുമെന്ന് കരുതി വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ വന്ന് എന്നെ പറഞ്ഞ പോരെ, വെറുതെ എന്തിനാ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ നോക്കുന്നതെന്ന് ടെൻഷൻ ആവുന്ന അവൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞു അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകുന്നു. അപ്പോഴാണ് അവന് താൻ വിചാരിച്ച കണക്ക് തന്നെ ഇന്നലെ കാര്യങ്ങൾ സംഭവിച്ചു, അതുകൊണ്ടാണ് അവളിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാവുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് സൂയിക്ക് തന്നോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അവളെ കൊണ്ട് പറയിപ്പിക്കാനായും അവളുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഒക്കെയായി ഗൂഷൻ സൂയിയുടെ മുന്നിൽ അവന് മറ്റു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന ഒരു രീതിയിൽ ഫോണിലൂടെ ചുമ്മാ സംസാരിക്കുന്ന കണക്ക് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന അവൾ ആ കാര്യത്തിനെ പറ്റി ബോധോടാവാതെ വീക്കെൻഡ് തന്റെ കൂടെ പുറത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇല്ല വീക്കെൻഡ് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോവാണെന്ന് അവൻ ഇല്ലാത്തൊരു ഗേൾ ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വീക്കെൻഡ് എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരണം, എനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളിനെ വീട്ടിൽ പരിചയപ്പെടുത്തണ്ടേ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്തിയില്ലേ, എനിക്കും അതേ കാര്യങ്ങൾ തന്നെ എന്റെ ലൈഫിൽ ചെയ്യാനില്ലേ, എന്റെ ബോയ് ഫ്രണ്ടിനെ എനിക്കും പരിചയപ്പെടുത്തേണ്ട കടമയില്ലെന്നല്ല അവൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ വരില്ല എന്ന് തന്നെ വാശി പിടിച്ചിരിക്കുന്നു. ആക്ച്വലി സൂയിക്കും ഗൂഷനെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് താല്പര്യമില്ല, കാരണം ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ്. പക്ഷെ അമ്മ എന്ത് വിചാരിക്കുമെന്ന് കരുതി അത് ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അതിനൊരു പരിഹാരമായി അവൻ ഒരു ഐഡിയ പറയുന്നു. അവർ ഇപ്പൊ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അമ്മയെ വീഡിയോ കോൾ ചെയ്യാം, അപ്പോ അമ്മ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ പേരിലൊന്നും വിചാരിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അതിന് സൂയും സമ്മതം കൊടുക്കുന്നു. അങ്ങനെ അമ്മയെ പറ്റിക്കാനായിട്ട് ഒരു പാരീസ് സെറ്റപ്പ് ഒക്കെ ഇട്ട് അവർ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അമ്മയും കാര്യങ്ങളിലൊന്നും ഡൗട്ട് തോന്നാതെ അവരെ നല്ലൊരു ലൈഫ് ആശംസിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും അവരുടെ കാര്യം കാണാനായിട്ട് പാവം പിടിച്ച സെക്രട്ടറി ആയിരുന്നു ബലിമൃഗമാക്കിയിരുന്നത്. രണ്ടുപേരെയും താങ്ങി പിടിച്ചു നിന്ന് സെക്രട്ടറിയുടെ നാട് ഓടിഞ്ഞു. അങ്ങനെ പിന്നീട് വീക്കെൻഡ് ആവുമ്പോൾ വോളണ്ടറി സർവീസിന് സൂയി പോകുന്നുണ്ട്. ഗൂഷനാകട്ടെ അവൾക്ക് സേഫായി കുറച്ച് ദൂരെ പോയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മടങ്ങിയെത്താനും മറ്റുമായി വണ്ടി അവിടെ കൊണ്ടു കൊടുക്കുകയും വളരെ കാര്യമായി അവളെ കെയർ ചെയ്ത് സംസാരിച്ച് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുന്ന സൂയിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഫ്രണ്ട് നിങ്ങൾ ശരിക്കും ഒരു കോൺട്രാക്ട് കപ്പിൾ ആണെന്ന് തോന്നുന്നേയില്ല, രണ്ടുപേരും തമ്മിൽ അത്രയ്ക്കുണ്ട് ബോണ്ടിങ്, അതേ കണക്കാണ് ഫീൽ ആവുന്നത് എന്നെല്ലാം പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം നടക്കുന്നു. സൂയി ജോലി ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ ഗൂഷൻ ആണെങ്കിലും അതിന്റെ ഓണർ പൂർണ്ണമായും അവനല്ല, അവൻ അതിന്റെ ഒരു പാർട്ട്ണർ മാത്രമാണ്. ആ ഒരു കമ്പനിക്ക് മറ്റൊരു പാർട്ട്ണറും കൂടി ഉണ്ടല്ലോ. ആള് ഗൂഷനെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി അധികാരം കൈയടക്കാനായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതിനായി ചില ഡീറ്റെയിൽസ് ഗൂഷന്റെ സെക്രട്ടറിയിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അത് കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റ്സ് ആണ്. അപ്പോ അതൊക്കെ കളക്ട് ചെയ്യാനായി സൂയിയുടെ മാനേജർ സൂയിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ചുമതല ഏൽപ്പിക്കുന്നത്. സൂയും ഗൂഷനും തമ്മിലുള്ള റിലേഷൻ ഈ മാനേജർക്ക് ഒട്ടും അറിയുകയില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഗൂഷനും സൂയും ഗൂഷന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു റെസ്റ്റോറന്റിൽ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച മാനേജർ കാണുകയാണ്. അതോടുകൂടി എന്തൊക്കെയോ കണക്ഷൻ ഇവർക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മാനേജർ അവർ ആർക്ക് വേണ്ടിയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു ഷെയർ ഹോൾഡർക്ക് ഈ സിഇഒ സ്ഥാനം കിട്ടാനായി ചില കാര്യങ്ങളും കൂടി ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് പറയുന്ന കണക്ക് ചില കാര്യങ്ങൾ ഗൂഷനുമായി നല്ല കമ്പനി ആയിട്ടുള്ള സൂയി ചെയ്തു തരണമെന്നും മാനേജർ ആവശ്യപ്പെടുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഗൂഷനെ അങ്ങനെ പണി കൊടുക്കാനായിട്ടൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നല്ല സൂയി പറയുന്ന ടീം നീ അത് ചെയ്തേ പറ്റുമെന്നും പറഞ്ഞ് മാനേജർ അവളെ കമ്പല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഗൂഷൻ ആകട്ടെ മുന്നേ സൂയി അവളുടെ വീട്ടിലേക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി വിളിച്ചപ്പോ പോയില്ലല്ലോ. ഇപ്പോ അവൾ പോലും ആവശ്യപ്പെടാതെ അങ്ങോട്ടേക്ക് പോകാനായി അവനെ തന്നെ പ്രിപ്പയർ ചെയ്തു
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ വീട്ടുകാരെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്തവൻ അതിനെപ്പറ്റിയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. എങ്കിൽ നമുക്ക് ഈ വീക്ക് പോയാലോ എന്ന് പെട്ടെന്ന് അവൾ ചോദിക്കുമ്പോൾ വേണ്ട ഈ വീക്ക് പോകണ്ട, എനിക്ക് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്നും പറഞ്ഞ് അവൻ അത് കുറച്ചുകൂടെ തള്ളി മാറ്റുന്നു. എന്നിരുന്നാലും അവൻ അവിടേക്ക് പോകാനായി താല്പര്യപ്പെടുന്നു എന്നത് അവൾക്കും മനസ്സിലാവുന്നുണ്ട്. പോകണമെന്നുണ്ടെങ്കിലും എന്തോ ഒരു കാര്യം തന്നെ ഇങ്ങനെ പിറകോട്ട് വലിക്കുന്നു എന്ന മനസ്സിലെ കാര്യങ്ങളൊക്കെ തന്നെ തന്റെ സെക്രട്ടറിയുമായി ഗൂഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളും സൂയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം, എന്നാലേ പേടിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സെക്രട്ടറി നിർദ്ദേശിച്ചത് പ്രകാരം ഒരു കുഞ്ഞു ഡേറ്റിന് ഗൂഷൻ സൂയും കൂട്ടി പോകുന്നു. പക്ഷെ പുറത്തു നിൽക്കുന്ന ടീം അവനാകെ വയ്യാഴിക വന്ന് താഴെ വീഴുകയാണ്. പെട്ടെന്ന് അവൻ എന്തു പറ്റി ഇങ്ങനെയെന്ന് അവൾക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഗൂഷന്റെ ഡിസൈൻസ് ചോർന്ന കാര്യം സെക്രട്ടറി അറിയുന്നു. ആ ഒരു ഡിസൈനുകളെല്ലാം തന്നെ സെക്രട്ടറിയുടെ കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ലീക്ക് ആയപ്പോ സെക്രട്ടറിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന് സൂയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുന്ന സെക്രട്ടറി അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവരും ഒട്ടും മടിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്, എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന്. അങ്ങനെ സെക്രട്ടറി ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് സൂയി ഗൂഷൻ തലകറങ്ങി വീണു എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ആ കാര്യങ്ങള് സെക്രട്ടറി സൂയിയോട് ഓപ്പൺ ആയി പറയുന്നത്. ആക്ച്വലി ഗൂഷന് സോഷ്യൽ ഫോബിയ ഉണ്ട്. അവന് പെട്ടെന്ന് വലിയ പരിചയമില്ലാത്ത ആളുകളെ കണ്ടുമുട്ടിയാൽ ആകെ ടെൻഷൻ ആവും. ഇന്ന് തന്നെ സൂയുമായി ഡേറ്റിന് പോകാനായി അവൻ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഒരു ദിവസം സൂയുടെ വീട്ടുകാരെ കാണുമ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഈ ഒരു സോഷ്യൽ ഫോബിയ മാറി കിട്ടാനായിട്ടാണ്. പക്ഷെ അത് ആകെ പ്രശ്നമായി അവൻ ഇങ്ങനെ വയ്യാഴിക ആയതാണെന്ന് സെക്രട്ടറി പറയുമ്പോൾ അവനുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് തനിക്ക് വേണ്ടി അവൻ ഇത്രയൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ എന്ന ഒരു വലിയ സ്നേഹം അവൾക്ക് അവനോട് തോന്നുന്നുണ്ട്. ഇതേ ടീം സെക്രട്ടറി മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു. ആക്ച്വലി സൂയുടെ ഫ്രണ്ട് വഴിയല്ല ആ ഒരു ഡേറ്റ ലീക്ക് ആയത്, അത് മറ്റൊരു സോഴ്സിലൂടെയാണെന്ന്. ഉടനെ തന്നെ അവളെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്. അവൾ ഈ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുത്തത് ഇനി ഒരു പക്ഷെ മാനേജറിന്റെ പ്രഷർ കാരണം സൂയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അവൾ പിടിക്കപ്പെടണ്ട, താൻ പിടിക്കപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. സത്യത്തിൽ ഇവർ രണ്ടുപേരുമല്ല ആ ഡേറ്റ ലീക്ക് ആയതിന് പിന്നിലെന്ന് പിന്നീട് ഇവർ പരസ്പരം സംസാരിക്കുമ്പോഴാണ് അവർക്ക് തന്നെ വ്യക്തമാവുന്നത്. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ മാനേജർ ആകട്ടെ ഞാൻ മറ്റൊരു സോഴ്സിലൂടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ ഞാനങ്ങ് ഇവിടെ തന്നെ നിങ്ങളെ ജോലിക്ക് തുടരാൻ അനുവദിക്കുന്നു വിചാരിച്ചോ, ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കോണമെന്നും പറഞ്ഞ് തന്റെ അധികാരം ഉപയോഗിച്ച് അവരെ പറഞ്ഞു വിടാനായി നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഗോഷനും സെക്രട്ടറിയും വരുന്നു. ഇവരല്ല നിങ്ങളെ ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് അവർ പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. ഇപ്പൊ ഈ കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ഹോൾഡർ എന്റെ ബോസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന് കമ്പനി സിഇഒ ആയിട്ടുള്ള ഗോഷനെ പോലും ആ മാനേജർ വെല്ലുവിളിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ നിന്നും മെജോറിറ്റി ഷെയർ ഗോഷൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തന്നെയാണ് തുടർന്നും സിഇഒ, തുടർന്നും കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ഹോൾഡർ എന്ന് സെക്രട്ടറി പറയുമ്പോഴാണ് തനിക്ക് പറ്റിയ അമളി മാനേജർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ജോലിയുടെ കാര്യമായിട്ട് പോലും തന്നെ ചതിക്കാതെ തന്റെ കൂടെ നിന്നിരുന്ന തന്നെ മനസ്സിലാക്കുന്ന സൂയെ പ്രണയിക്കാൻ ആരംഭിച്ച കാര്യം ഗോഷൻ അവളോട് ഓപ്പണായി പറയുന്നു. അവൾക്കും ആദ്യം അവനോട് ഒരു താല്പര്യമില്ലായിരുന്നെങ്കിലും പിന്നീട് മുന്നോട്ട് അവന്റെ കൂടെ ഒന്നിച്ച് ഇവിടെ താമസിക്കുന്ന സമയം അവനെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അവൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ അവളും അവനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞ് ഇവിടെ ഒന്നിക്കുന്ന ഇതേ സമയം ഗോഷന്റെ സെക്രട്ടറിയും സൂയുടെ ബെസ്റ്റ് ഫ്രണ്ടും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഇവിടെ രണ്ട് ജോഡികൾ അങ്ങനെ ഹാപ്പിയായി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.